നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് തൽക്കാലം കൂട്ടേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. ഫെഡറൽ റിസർവിന്റെ ഈ തീരുമാനം ഒരുപക്ഷെ ഇന്ത്യൻ വിപണിക്ക് ഗുണമായെന്ന കാഴ്ചയാണ് വെള്ളിയാഴ്ച കണ്ടത്. ഏകദേശം 400 പോയിന്റോളം തുടക്കത്തിൽ മാർക്കറ്റ് ഉയരുന്നതും കണ്ടു. ഇനി വരാനിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിയെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാസം 29-ന് വരാനിരിക്കുന്ന റിസർവ് ബാങ്കിന്റെ വായ്പാ നയ അവലോകനമാണ്. RBI നിരക്കുകളിൽ നേരിയ കുറവ് വരുത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒക്ടോബർ മുതൽ പുതിയ റിസൾട്ടിന്റെ കാലവുമായി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഈ ഘടകങ്ങളെക്കുറിച്ചാണ് മാർക്കറ്റ് വാച്ചിന്റെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. പതുപോലെ ഹെഡ്ജ് ഇക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഫെഡറൽ റിസർവ് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ഫാക്ടർ. കഴിഞ്ഞ ഒരു 6 ആഴ്ചയായി മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു ഫ്ലക്ച്വേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതായിരുന്നു. ഫെഡറൽ റിസർവിന്റെ ഒരു പ്രശ്നങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും മറികടന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ഒരു ഗതി എങ്ങനെയാണ്? ഇത് ലാസ്റ്റ് 2 months ആയിട്ട് ഫെഡിന്റെ തീരുമാനത്തിനനുസരിച്ചായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. FISന്റെ വിഡ്രോവൽ, അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റും ഗ്ലോബൽ ഏഷ്യൻ മാർക്കറ്റും ഒക്കെ തന്നെ ഫേസ് ചെയ്തിരുന്നു. എന്നാൽ ഫൈനലി ഡിസിഷൻ വന്നു, റേറ്റ് ഹൈക്ക് ഇല്ല എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇമ്മീഡിയറ്റ് ഒരു റിക്കവറിക്ക് പ്രധാനമായിട്ടൊരു കാരണമായി. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു റിക്കവറി വന്നു. 8050 ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. ആ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. എഗെയിൻ അഭിലാഷ് നേരത്തെ പറഞ്ഞല്ലോ, 29ന് വരുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റേറ്റ് ഡിസിഷൻ, അത് റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈഡ് വന്നാലും എനിക്കൊന്ന് ആ റേറ്റ് കട്ട് വളരെ ആക്റ്റീവായി തന്നെ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ വീണ്ടും ഒരു റൈഡ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് RBIയുടെ റേറ്റ് കട്ട്, ദെൻ അതിനുശേഷം റിസൾട്ട് സീസണിലേക്ക് നമ്മൾ പോകുന്നു. സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് വരാൻ പോകുന്നു. അപ്പോൾ ആ റിസൾട്ടും മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റിന്റെ ക്ലോസിംഗ് 8050 താഴെയാണ്. 8050 വന്നതിന് ശേഷമാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. അപ്പോൾ ചെറിയൊരു കറക്ഷനോട് വീണ്ടും ഈ ഒരു ലെവൽ 8050 ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഓവറോൾ മാർക്കറ്റിന്റെ ട്രെൻഡ് ഒരു പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാലും വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. ഫെഡ് പലിശ വർദ്ധിപ്പിക്കുന്നില്ല, FI കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് വരും. അപ്പോൾ പുതിയ ഹൈനെ കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ RBIയുടെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നാണ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ ഉയരത്തിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ മാത്രമായി വിപണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഓവർനൈറ്റ് കൊണ്ട് എല്ലാ അനലിസ്റ്റുകളും പുതിയ ഹൈ 10,000 ബ്രേക്ക് എന്നുള്ള വലിയ അനൗൺസ്മെന്റുകൾ നടത്തുന്നു. എന്നാൽ ഒരു 2 days ബാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പുതിയ ലോ 6,800 അങ്ങനെയുള്ള ഒരു അനലിസ്റ്റുകൾ അങ്ങനെ ഒരു ഗൈഡൻസ് ആയിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റം സംഭവിച്ചു. എന്തായാലും അതിൻ്റെ ഒരു റീസൺ നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഒന്ന്, ഫെഡിന്റെ റേറ്റ് ഹൈക്ക് വരികയായിരുന്നെങ്കിൽ, ഔട്ട്ലുക്ക് മോശമാവുകയായിരുന്നെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ സംഭവിച്ചേനെ. പക്ഷെ അതിനോടൊരു പോസിറ്റീവായിട്ട് തന്നെ മാർക്കറ്റ് റേറ്റ് കട്ട് വന്നില്ല, അത് പോസിറ്റീവാണ്. പിന്നെ നമ്മുടെ ഒരു സ്പേസ്, റേറ്റ് കട്ടിനുള്ള ഒരു സ്പേസ്, അത് തീർച്ചയായിട്ടും മാർക്കറ്റ് അതിനെയും ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പോസിറ്റീവ് തന്നെയാണ്. ദെൻ ഇനി റിയൽ റൈഡ് വരണമെങ്കിൽ കുറച്ച്, അഭിലാഷ് പറഞ്ഞല്ലോ, പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി, അത് സ്വാഭാവികമായിട്ടും നിലനിൽക്കുന്നത് ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന ഡിസിഷൻ, സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 2-3 ക്വാർട്ടർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആകുവാണെങ്കിൽ അതിനോടും മാർക്കറ്റ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാം. ചിലപ്പോൾ അത് 8,400, 8,600, ചിലപ്പോൾ ഒരു 8,800 വരെ മൂവ് ചെയ്യാനുള്ള, എന്ന് വെച്ചാൽ ഒക്ടോബർ മാസത്തിൽ അതിനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു പുതിയ മൂവിങ് റേഞ്ച് ഫിക്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് ചിലപ്പോൾ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ 7,200ലേക്ക് പോകാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ്. കാരണം അതല്ലെങ്കിൽ ഗ്ലോബലി ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസ് വരികയാണെങ്കിൽ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മൊമെന്റം വളരെ പോസിറ്റീവാണ്. ദെൻ ഗവൺമെന്റ് സ്പെൻഡിങ് വരണം. അതുപോലെ ഒരു ക്രൂഷ്യൽ ഡിസിഷൻ വരാനിരിക്കുന്നതാണ് ബീഹാർ ഇലക്ഷൻ. ഈ ബീഹാർ ഇലക്ഷൻ ഒരു ട്രെൻഡ് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ്. ദീപാവലി റിസൾട്ട് വരുന്നു, അതിനുശേഷം ദീപാവലി വരുന്നു. അപ്പോൾ ഈ റിസൾട്ട് നരേന്ദ്രമോദി ഗവൺമെന്റിന് അനുകൂലമാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആവും. കാരണം സ്പെൻഡിങ് വരാനുള്ള സാധ്യത, കുറച്ചുകൂടെ പോളിസികൾ ഫാസ്റ്റായിട്ട് GST പോലെയും ലാൻഡ് അക്വിസിഷൻ ബില്ലൊക്കെ പാസ്സാകാനുള്ള പോസിബിലിറ്റി, ഡിസംബറിൽ വരാനുള്ള പോസിബിലിറ്റി, ഇതൊക്കെ നേരത്തെ തന്നെ ഡിസ്കൗണ്ട് ചെയ്ത് FISന്റെ വലിയൊരു ഫ്ലോ ഇന്ത്യയിലേക്ക് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടർ. ഒന്ന്, സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ട്. 2, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുക്കുന്ന റിസൾട്ട്. കുറച്ചുകൂടെ ക്യാപിറ്റൽ സ്പെൻഡിങ് കൂടുതലായിട്ട് വരിക.
ദെൻ ബീഹാർ ഇലക്ഷൻ. ഈ ബീഹാർ ഇലക്ഷൻ വളരെ പോസിറ്റീവായിട്ട് അനുകൂലമായി BJP ഗവൺമെൻറ്റിന് അനുകൂലമായി വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റൈഡിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഗ്ലോബലി എന്തെങ്കിലും നെഗറ്റീവ് എന്തെങ്കിലും ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ ഇതെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന 9500 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഈ ഡിസംബറോട് കൂടി തന്നെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാണുന്നത്. ബാങ്ക് സെക്ടറിൽ വലിയൊരു റിക്കവറി ഈ ദിവസം കണ്ട് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകും, പ്രത്യേകിച്ചും RBIയുടെ തീരുമാനം. ഒപ്പം തന്നെ 100% FDI ചില പ്രൈവറ്റ് ബാങ്കുകൾക്ക് അങ്ങനെ ഒരു ആലോചന കേന്ദ്ര സർക്കാർ വളരെ സജീവമായി. ഇതെല്ലാം ഈ സെക്ടറിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള റൈഡ് എന്ന് പറയുന്നത് ഈ ബാങ്കിങ് സെക്ടറാണ്. വളരെ ഷാർപ്പായിട്ടുള്ള ഈ ഫെഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കറക്ഷൻ നേരിട്ട ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷനാണ് ആ വളരെ പോസിറ്റീവായി ഫെഡിൻ്റെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം വന്നിരിക്കുന്ന റൈഡ്. പക്ഷെ എന്ത് പറഞ്ഞാലും ഇപ്പോഴത്തെ ഈ പബ്ലിക് സെക്ടർ ആണെങ്കിലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണെങ്കിലും ഒക്കെ തന്നെ വാല്യുവേഷൻ വളരെ ഫെയർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ റിസൾട്ടിൽ ചെറിയ പോസിറ്റീവായിട്ടുള്ള സൈൻ കാണുന്നു. റിക്കവറി ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുന്നു. എക്കണോമിയിൽ റിവൈവൽ വരുമ്പോൾ റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, ആ ഗ്രോത്ത് വരാനുള്ള സാധ്യത, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പം ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലും പബ്ലിക് സെക്ടർ ബാങ്കുകളിലും വളരെ പോസിറ്റീവായുള്ളൊരു മൊമെൻറ്റം വരാനുള്ള സാധ്യതയുണ്ട്. അതിലുപരി ഇപ്പോൾ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെയും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലൊക്കെ തന്നെ വാല്യുവേഷൻ ഒരു ഫെയർ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ 100% FDI വരികയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിരിക്കും. ഇനിയും കറണ്ട് ലെവലിൽ നിന്ന് വളരെയധികം റൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ FMCG, അതുപോലെ തന്നെ ഫാർമ, IT, ഈ ബാങ്കിങ് സെക്ടറിലൊക്കെ തന്നെ, അതുപോലെ തന്നെ L&T പോലെയുള്ള സെക്ടറിലും എഞ്ചിനീയറിംഗ് സെക്ടറിലൊക്കെ തന്നെ സിമെൻറ്റ് സെക്ടറിലൊക്കെ തന്നെ ഒരു റൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടൊരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഈ എല്ലാ സെക്ടറിലും ഒരു റൈഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് വീക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതും എല്ലാ അനലിസ്റ്റുകളും. ബാക്കിയെല്ലാം നമ്മൾ മറന്നു പോകുന്നു. പക്ഷേ ചൈന, അങ്ങനെ ഗ്രീസ്, അങ്ങനെ കുറേ കൺസേൺ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ഫെഡ് ഈ റേറ്റ് ഹൈക്ക് മാറ്റിവെക്കാനുള്ള റീസൺ ഈ ഗ്ലോബൽ ക്രൈസിസ് തന്നെയാണ്. ഇതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് US വന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ചൈനയുടെയും ഗ്രീസിൻ്റെയും റഷ്യയുടെയും ഒക്കെ കൺസേൺസ് പരിഗണിച്ചുകൊണ്ടാണ് ഈ റേറ്റ് ഹൈക്ക് മാറ്റിവെക്കാനുള്ള റീസൺ ഉണ്ടായത്. അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനത്തെ പലപ്പോഴും സ്വാധീനിക്കുന്ന അവരുടെ തന്നെ ഡാറ്റകളാണ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഫെഡറൽ റിസർവ് തന്നെ പറയുന്നു പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ റീസൺ പലിശ കൂട്ടേണ്ടതില്ല എന്ന് തീരുമാനിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ റീസൺ അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, അത് തീർച്ചയായും ഇത് തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ തന്നെ ഗ്ലോബലി എന്തെങ്കിലും ക്രൈസിസ് വന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് FISൻ്റെ ഒരു ഹ്യൂജ് വിഡ്രോവൽ കൊണ്ടാണ് മാർക്കറ്റ് ആ 9280 നിന്നും നമ്മൾ ലാസ്റ്റ് 7538 വരെ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് FISൻ്റെ വിഡ്രോവൽ. അതിൻ്റെ റീസൺ ഫെഡിൻ്റെ റേറ്റ് ഹൈക്ക്, ചൈനയുടെ ക്രൈസിസ്, കമ്മോഡിറ്റി പ്രൈസസിൽ ഉണ്ടായിരുന്ന ക്രാഷ്, ഗ്രീസ്, അങ്ങനെ ഒട്ടനവധി കൺസേൺസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് സംസാരിക്കുമ്പോഴും ഇത് വീണ്ടും തിരിച്ചു വന്നുകൂടാ എന്നില്ല. ആ ഒരു റിസ്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനാണ് സാധ്യത. കാരണം നമ്മളുടെ ഞാൻ എപ്പോഴും പറയുന്ന ആ ഗവൺമെൻറ് സ്റ്റെബിലിറ്റിയുള്ള ഗവൺമെൻറ്റാണ്. അതുപോലെ റിസൾട്ടിൽ ചെറിയ റിക്കവറി കാണിക്കുന്നു. അതിൽ RBI വളരെ വ്യക്തമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പോളിസി ഡിസിഷൻ എടുക്കുന്നതിൽ മാത്രമാണ് കുറച്ച് സ്ലോ. അതാണ് ബീഹാർ ഇലക്ഷനോടുകൂടി അതിലൊരു മാറ്റം സംഭവിക്കാം. അത് മോദി ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു വിധി വരികയാണെങ്കിൽ ഇതെല്ലാം വളരെ ഫാസ്റ്റർ ആകാനുള്ള സാധ്യതയുണ്ട്. അത് വീണ്ടും ഫോറിൻ ഫണ്ട് ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്യും. മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. വിപണിക്ക് അനുകൂലമായ ഘടകങ്ങളാണ് വരും ദിവസങ്ങളിൽ ഉള്ളതെന്നാണ് ഭുവനേന്ദ്രൻ പ്രധാനമായും സൂചിപ്പിച്ചത്. ഏറ്റവും പ്രധാനം RBIയുടെ പലിശ കുറയ്ക്കുവാനുള്ള ഒരു തീരുമാനം RBIയുടെ ഭാഗത്തുനിന്നുണ്ടാകും. രണ്ടാമത് മികച്ച രണ്ടാം പാദ റിസൾട്ടുകൾ ഒക്ടോബർ ആദ്യം വാരം മുതൽ വന്നു തുടങ്ങിയേക്കാം. ഒപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ്. ഈ മൂന്ന് ഘടകങ്ങളായിരിക്കും പ്രധാനമായും വരും നാളുകളിൽ വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ. നമുക്ക് ഈ ലക്കത്തിൽ ലഭിച്ച മെയിലുകളിലേക്ക് പോകാം. അതിനുമുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇലകൾ ലഭിച്ച മെയിലുകളിലേക്ക് പോകുന്നു. ഡെൻസി അലക്സിൻ്റെ മെയിലാണ് ആദ്യം. ഡെൻസിയുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് മാത്രമാണുള്ളത്. ഹിമത് സിംഗ സീഡ് 55 സ്റ്റോക്കുകൾ 54 രൂപയ്ക്കാണ് ഡെൻസി വാങ്ങിയത്. ഇപ്പോൾ 185 രൂപയ്ക്കാണ് ആ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഏത് സ്ട്രാറ്റജി എടുക്കണം? ഇത് ഹോൾഡ് ചെയ്യണോ അതോ പ്രോഫിറ്റ് എടുക്കണോ എന്നാണ് ഡെൻസി ചോദിക്കുന്നത്. ഒരു ആവറേജ് ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ്. ഒരു 240 റേഞ്ചിലേക്ക് മാർക്കറ്റെല്ലാം അനുകൂലമായി വരികയാണെങ്കിൽ 240 ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ്.
എനിക്കൊന്ന് കുറച്ചുകൂടെ എക്സ്പോഷർ ബാങ്കിങ് സെക്ടറിലും ഫാർമ സെക്ടറിലും കുറച്ചുകൂടെ എക്സ്പോഷർ എടുക്കുന്നത് നന്നായിരിക്കും. കാരണം സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, അതുകൊണ്ട് സ്റ്റോക്കിൻ്റെ നമ്പർ കുറവാണ്. കുറച്ചുകൂടെ എക്സ്പോഷർ എടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ ഹിമ്മത്ത് സിംഗ ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ്. അതിൽ 240 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഒരു ആവറേജ് ഫണ്ടമെൻ്റൽസ് ആണ്. ഫണ്ടമെൻ്റലി അത്രത്തോളം ഈ സ്റ്റോക്ക് സൗണ്ട് അല്ല, എന്നാലും ഒരു ആവറേജ് ഫണ്ടമെൻ്റൽ ഈ സ്റ്റോക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു ടാർഗറ്റ് 240 ലെവലിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അടുത്ത മെയിലേക്ക് പോകാം. ശ്രീ ജോർജ് വർഗീസ്, അദ്ദേഹത്തിന് അറിയേണ്ട റിലയൻസ് പവർ, ടാറ്റ പവർ, ടെക് മഹീന്ദ്ര, IOB, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഹിൻഡാൽകോ, യൂണിടെക്, ഒഡീസി ടെക്. ആർ പവർ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ് എന്നുള്ളതാണ്. സ്റ്റോക്ക് കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുന്നു. പ്രോഫിറ്റബിലിറ്റി തന്നെയാണ് പ്രശ്നം. അപ്പോൾ റിസ്ക് എടുത്ത് അദ്ദേഹം ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ ഒരു 36 ലെവൽ ഒരു സപ്പോർട്ട് ലെവലാണ്. 28 ഒക്കെ ഞാൻ പറയുമ്പോൾ വീണ്ടും മാർക്കറ്റിൽ ക്രാഷ് വരാനുള്ള പോസിബിലിറ്റിയാണ് എന്ന് വിലയിരുത്തരുത്. ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ വരെ പോവാം. ഇപ്പോഴത്തെ വാല്യുവേഷനിലെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അഗൈൻ 36 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകൂടി സ്റ്റോക്ക് ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇമ്മീഡിയറ്റ് 50 ആണ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. മാർക്കറ്റിൽ റൈഡ് സംഭവിച്ചാൽ 50 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. ദെൻ ടാറ്റ പവർ ആണ്. ടാറ്റ പവർ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ടാറ്റ പവർ ആണ് ബെറ്റർ. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. ഈ ലെവൽ ഒരു 55 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ആവറേജ് ചെയ്യുന്നത് നന്നായിരിക്കും. ഫണ്ടമെൻ്റലി സൗണ്ട് ആണ്. ദെൻ 45 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 75 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്രയാണ്. ടെക് മഹീന്ദ്ര ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. 520 ലെവൽ വരികയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒന്നുകൂടെ ആവറേജ് ചെയ്യുക. ദെൻ 480 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ലാസ്റ്റ് കറക്ഷനിൽ പോലും 480 വന്നതിന് ശേഷമാണ് ഷാർപ്പായിട്ടുള്ള റിക്കവറി നമ്മൾ കണ്ടിരുന്നു. അഗൈൻ 520 ആൻഡ് 480 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 650 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ആണ്. ഇവരുടെ റിസൾട്ട് 2 ക്വാർട്ടർ റിസൾട്ട് മോശമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ വളരെ നല്ല സ്റ്റോക്കുകൾ ബാങ്കിങ് സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. ഒരു ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അഡ്വൈസബിൾ അല്ല. അതിൽ ഒന്നുകൂടി അടുത്തൊരു ക്വാർട്ടർ റിസൾട്ട് എന്തായാലും നെക്സ്റ്റ് മന്തിൽ റിസൾട്ട് വരുന്നു. ആ റിസൾട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വാല്യുവേഷൻ ഈ റിസൾട്ട് മോശമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാല്യുവേഷൻ കുറച്ചൊരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അഗൈൻ 32 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ 25 50 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വാല്യുവേഷൻ ഫെയർ ആണ്. ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 220 ആൻഡ് 200 ഇനിയത്തെ സാഹചര്യത്തിൽ ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോഴത്തെ ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യത കുറവാണ്. ഗ്ലോബലി എന്തെങ്കിലും ക്രൈസിസ് വരികയാണെങ്കിൽ മാത്രവും അതോടൊപ്പം തന്നെ FISന്റെ വിഡ്രോവൽ വന്നെങ്കിൽ മാത്രമേ അഗെയിൻ ഈ 220 അല്ലെങ്കിൽ 200 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. കറണ്ട് ലെവൽ പോലും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിൻഡാൽകോ ആണ്. വാല്യുവേഷൻ ഫെയർ ആണ്. ഗ്ലോബൽ കമ്മോഡിറ്റി പ്രൈസസിൻ്റെ ക്രാഷ് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ടാറ്റ സ്റ്റീലിലും ഹിൻഡാൽകോയിലൊക്കെ തന്നെ റിഫ്ലക്റ്റ് ചെയ്തു. ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് 70 ആണ്. ദെൻ 120 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ്. മാർക്കറ്റിൽ റൈഡ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ദെൻ യൂണിടെക് ഹ്യൂജ് ഡെറ്റ് കമ്പനി ഹോൾഡ് ചെയ്യുന്നു. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ 5 റുപ്പീസിന് സ്റ്റോക്ക് മേടിക്കാം എന്നുള്ളൊരു അഡ്വൈസ് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഒഡീസി ടെക് അതും സെയിം ഫണ്ടമെൻ്റലി ഒട്ടും സൗണ്ട് അല്ല. അദ്ദേഹം ആ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക് മഹീന്ദ്ര, ടാറ്റ പവർ, ഹിൻഡാൽകോ ഈ 4 സ്റ്റോക്ക് ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ അത്രത്തോളം ഫണ്ടമെൻ്റലി സൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ മറ്റ് സെക്ടറിലേക്ക് കുറച്ചുകൂടെ ബാങ്കിങ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്, അതുപോലെ ഫാർമ സെക്ടറിലേക്ക് ഫോക്കസ് പോകുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത മെയിലേക്ക് പോകുന്നു. ശ്രീ സിജോ പോൾ, ടാറ്റ സ്റ്റീൽ, ഐഡിയ, ITC, KPIT, ഡാറ്റമാറ്റിക്സ്, PNB, സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ നീണ്ട പോർട്ട്ഫോളിയോ ആണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ശ്രീ സിജോ പോൾ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ടാറ്റ സ്റ്റീൽ വാല്യുവേഷൻ ഫെയർ ആണ്. ഞാൻ നേരത്തെ ഹിൻഡാൽകോയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഗ്ലോബൽ കമ്മോഡിറ്റി ക്രൈസിസ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചു. ടാറ്റ സ്റ്റീലിൻ്റെ വാല്യുവേഷൻ ഫെയർ ആണ്. അഗൈൻ 210 ലെവലിലേക്ക് വരികയാണെങ്കിൽ ദെൻ 190 രണ്ട് സ്റ്റേജായി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 2010-ലെ 7-ലെ ക്രാഷിലാണ് ഇതുപോലെ ഒരു ലെവലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വീണ്ടും ആ ഒരു പ്രൈസിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും മൂവ് ചെയ്യുന്നത്. ഈ റൈഡിന് ശേഷം 575 ലെവൽ വന്നതിന് ശേഷമുള്ള ക്രാഷാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഗൈൻ
ഈ 210 ആൻഡ് 190 ലെവൽ വരികയാണെങ്കിൽ അതൊരു ഫെയർ വാല്യൂ ഏരിയ തന്നെയാണ്, ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 280 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ ഐഡിയ ഇപ്പോഴത്തെ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ സേഫ് ആയിട്ടുള്ള ഒരു ബെറ്റ് തന്നെയാണ് ഐഡിയ. 140 ആൻഡ് 125 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 170 125 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഒരു 140 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ തന്നെയാണ്. 170 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ദെൻ ഐ ടി സി ഈ കറക്ഷനിൽ പോലും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അഗൈൻ 300 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 280 300 ആൻഡ് 280 രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. ഒരു ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഐ ടി സിയുടെ വാല്യുവേഷൻ വളരെ ഫെയർ തന്നെയാണ്. 340 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ KPIT കുമിൻസ് ആണ് 100 ആൻഡ് 91 രണ്ട് ലെവൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 140 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഡാറ്റാമാറ്റിക്സ് ഫണ്ടമെൻ്റലി അത്രത്തോളം സൗണ്ട് അല്ല. ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. 44 ആൻഡ് 37 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്. ബാങ്കിൽ വലിയ കറക്ഷന് ശേഷം ചെറിയ റിക്കവറി സൈൻ കാണിക്കുന്നു. 130 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 130 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാം. 180 ഈ സ്റ്റോക്കിലെ ഒരു ടാർഗറ്റാണ്. 180 ലെവലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ദെൻ വീണ്ടും റീ എൻട്രി ചെയ്യുന്നൊരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണ്. രണ്ട് ക്വാർട്ടർ റിസൾട്ട് മോശമായി. അതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മൾ ഈ സ്റ്റോക്കിൽ കാണുന്നത്. 20 ആൻഡ് 17 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 26 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. യൂക്കോ ബാങ്ക് ആണ്. യൂക്കോ ബാങ്കിൻ്റെ വാല്യുവേഷൻ ഫെയർ ആണ്. 40 ആൻഡ് 32 രണ്ട് സപ്പോർട്ട് ലെവൽ. 55 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അദാനി എൻ്റർപ്രൈസസ് ആണ്. വാല്യുവേഷൻ ഫെയർ ആണ്. 70 ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 55. ഈ 70ഉം 55ഉം തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് മാർക്കറ്റിൽ ഗ്ലോബൽ ക്രൈസിസ് വന്ന് FISൻ്റെ വീണ്ടും ഒരു വിഡ്രോവൽ വരികയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു ക്രൈസിസ് വരികയാണെങ്കിൽ മാത്രമേ ഈ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ രീതിയിൽ ഒരു 70 ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നു. 100 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ നിതിൻ ഫൈബർ ആണ്. ഫെയർ വാല്യുവേഷനിലാണ് നിൽക്കുന്നത്. 38 ആൻഡ് 30 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 60 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇങ്ങനെ ഈ പോർട്ട്ഫോളിയോ ഒന്നും കൂടെ ഷഫിൾ ചെയ്തെടുക്കുന്നത് നന്നായിരിക്കും. കുറച്ചുകൂടെ സെക്ടർ ഓയിൽ ആൻഡ് ഗ്യാസ്, അതുപോലെ തന്നെ ഫാർമ, IT സെക്ടർ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വീക്ക്ലി ക്ലോസിംഗ് നിഫ്റ്റി ഒന്ന് പരിശോധിച്ച് 850 വരെ പോയതിനു ശേഷമാണ് 800 താഴെയാണ് ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. ടെക്നിക്കലി മാർക്കറ്റിന് ഈ ആഴ്ച എങ്ങനെ കാണും? ടെക്നിക്കലി ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞില്ല അഭിലാഷ്, 8050-60 എന്ന് പറയുന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 8100 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഈ 8100 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ ഒരു അപ്പ് മൂവ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കൂ. അതല്ലെങ്കിൽ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാം. അതൊരു കൺസോളിഡേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ടെക്നിക്കലി 8100 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്താൽ വീണ്ടും നമുക്കൊരു 200-300 പോയിന്റ്സിന് റൈഡ്, ചിലപ്പോൾ 8400 വരെ പോകാം. പക്ഷേ അതിൻ്റെയൊക്കെ റീസൺ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിസിഷൻ അനുസരിച്ചായിരിക്കാം അടുത്തൊരു റൈഡ്. അതുപോലെ തന്നെ FIs ലാസ്റ്റ് വീക്കും സെല്ലിങ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രത്തോളം ആക്റ്റീവാണ്. FIസിൻ്റെ ഒരു ബൈയിങ് വരികയാണെങ്കിൽ നമ്മൾ ഈ 8100 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുകയാണ്. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asianetnews.in എന്ന ഇമെയിൽ വിലാസത്തിലാണ് നിങ്ങളുടെ മെയിലുകൾ അയക്കേണ്ടത്. ഹെഡ്ജ് ഗ്രീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ N. ഭുവനേന്ദ്രനാണ് അപ്പോൾ അതുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.